കോഴിക്കോട് യുവതിയെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗോദീശ്വരം സ്വദേശി ഷിംനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയ്ക്ക് പിന്നിൽ ഭർതൃപീഡനമെന്ന് യുവതിയുടെ കുടുംബം ആരോപിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിലീഷ തിലകൻ ചേരുകയാണ്. ദിലീഷ, നിരന്തരം എത്തുന്നു ഇത്തരം വാർത്തകൾ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സംഭവത്തിലേക്ക് വരാം. ഇതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണ് പുറത്തേക്കെത്തുന്ന വിവരങ്ങൾ? സംഗീത, ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് കോഴിക്കോട് മാറാടാണ് യുവതിയെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയോടെയാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് ബന്ധുക്കളാണ് കണ്ടത്. ഉടനെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മാറാട് സ്വദേശി മാറാട് ഗോദീശ്വരം സ്വദേശിനിയായിട്ടുള്ള ഷിംനയാണ് മരിച്ചത്. ഇപ്പോൾ ഷിംനയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ ഭർതൃപീഡനം എന്ന് തന്നെയാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഷിംനയുടെ വീട്ടുകാരും പറയുന്ന ഒരു കാര്യം. ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പോലീസും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാറാട് പോലീസിനാണ് അന്വേഷണ ചുമതല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വീട്ടുകാരുടെ ഒരു പരാതി എന്നുള്ളത് ആത്മഹത്യക്ക് പിന്നിൽ ഭർതൃപീഡനം എന്ന് തന്നെയാണ്. വീട്ടുകാർ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. കുറച്ചു കാലമായിട്ട് ഇത്തരത്തിൽ ഷിംനയും ഭർത്താവും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് വീട്ടുകാർ പറയുന്നത്. ഈ ഒരു ഭർതൃപീഡനം അവിടുത്തെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം തന്നെയാണ് ഈ ഷിംന ഇത്തരം ഒരു കാര്യം ചെയ്യാൻ കാരണമെന്നാണ് വീട്ടുകാരുടെ പരാതി എന്ന് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. മറ്റു വിവരങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്ന് നിറയുകയാണ്. ഭർതൃ വീട്ടിലെ പീഡനം മൂലമുള്ള സ്ത്രീകളുടെ മരണം. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസും ഈ ഒരു വിഷയം കൂടുതൽ അന്വേഷിച്ച് വരികയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ്. ദിലീഷ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? സംസ്കാരം എപ്പോഴാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ടോ? ഈ ഭർതൃപീഡനം എന്ന് കുടുംബക്കാർ ആരോപിക്കുമ്പോൾ അതിന് നിദാനമാകുന്ന കാരണങ്ങൾ എന്താണ് എന്നതിലേക്ക് ചൂണ്ടുന്ന വിവരങ്ങൾ ഏതെങ്കിലും ഒന്ന് പുറത്തേക്കെത്തുന്നുണ്ടോ ഈ സാഹചര്യത്തിൽ? പോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു. ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അവിടെ ഷിംനയുടെ സംസ്കാരത്തിനായിട്ടുള്ള നടപടികൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. ഷിംനയുടെ വീട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഇപ്പോൾ അവർ ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. എന്നാൽ ഭർതൃപീഡനമാണ് എന്ന് തന്നെ ഷിംനയുടെ കുടുംബം കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നുണ്ട്. അവരത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഗീത.